ജീവിതത്തിൻ്റെ ഏറ്റവും മോശം അവസ്ഥയിൽ കൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ആങ്സൈറ്റിയും ഡിപ്രഷനും എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരുന്നു. പുറത്ത് പറഞ്ഞിട്ട് ആർക്കും അതൊട്ട് മനസ്സിലാവണുണ്ടായിരുന്നില്ല. എനിക്കൊരു ഡോക്ടറെ ഹെൽപ്പ് ഒറ്റയ്ക്ക് പോയി തേടാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അടുത്തുള്ള ആയുർവേദ ക്ലിനിക്കിലും ഹോമിയോയിലൊക്കെ പോയി നോക്കി. ഒരു രക്ഷയില്ല. പാനിക് അറ്റാക്കും കൂടെ തുടങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോണ അവസ്ഥയായി. വീട്ടിനകത്തിരിക്കാൻ വയ്യ, കുളിക്കാൻ വയ്യ, എന്തിനേറെ പല്ല് തേക്കാൻ പോലും വയ്യ. ഫുഡ് കഴിക്കാൻ ഇഷ്ടമല്ല, വെള്ളം കുടിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു വല്ലാത്ത അവസ്ഥ. ഏതാണ്ട് ഒരു 2-3 കിലോ വെയിറ്റ് ഞാൻ ഒരു 2 ആഴ്ച കൊണ്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അത്രയ്ക്ക് മോശമായിരുന്നു എൻ്റെ അവസ്ഥ. പക്ഷേ എനിക്ക് കൂട്ടുന്ന 2 പേര് എൻ്റെ പൊന്നു മക്കളുണ്ടായിരുന്നു. അവർക്ക് എൻ്റെ അവസ്ഥ മനസ്സിലായി, വേറെ ആരെക്കാളും. ഞാൻ ഒറ്റയ്ക്ക് വീടിനെ പേടിച്ച് പുറത്തിറങ്ങിയിരിക്കുമ്പോൾ രാത്രി 11 മണി വരെയൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് വന്ന് കൂട്ടിരിക്കുമായിരുന്നു. അവരില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എന്താവുമെന്ന് എനിക്ക് ചിന്തിക്കാനേ പറ്റണില്ല. അത്ര മോശം അവസ്ഥയിൽ മരിക്കണമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചാണ്. പക്ഷേ ഇടവും വലവും ഇവർ രണ്ടുപേരും നിന്നുകൊണ്ട് മാത്രമാണ് ഞാനൊന്നും ചെയ്യാണ്ട് ഇപ്പോൾ ഇരിക്കണം. അവസാനം എനിക്ക് മനസ്സിലായി ഇത് കയ്യിൽ നിൽക്കില്ല, ഇത് കുഞ്ഞുങ്ങൾക്കും കൂടെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് മനസ്സിലായപ്പോൾ ഞാൻ തന്നെ ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടെത്തി. അത് ശരിക്കും ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ലൊരു ഡോക്ടർ എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കി എനിക്ക് മൈൽഡ് ഡോസിൽ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തു. ആ മെഡിസിൻ എടുത്തു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം തന്നെ എനിക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റി. ഉറങ്ങി എണീറ്റപ്പോൾ തന്നെ തലയിലെ ഭാരം എല്ലാം മാറിയതുപോലെ തോന്നി. എനിക്കറിയാം ഈ സമൂഹത്തിൽ എന്നെപ്പോലെ ഒരുപാട് പേര് പുറത്തു പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും ഒറ്റയ്ക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും ഇങ്ങനെ ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ കൊണ്ട് നടക്കണം. ഒരിക്കലും അത് ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ തന്നെ നമ്മളെ ശുശ്രൂഷിച്ചാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ആത്മഹത്യ ചെയ്യാം, ആ ഒരു അവസ്ഥ എത്തുമെന്നേ ഉള്ളൂ. എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സർവൈവ് ചെയ്യാൻ പറ്റും. കാരണം അത്രയും മോശമായിരുന്നു എൻ്റെ അവസ്ഥ. അതിൽ നിന്ന് ഞാനിപ്പോൾ ഈ കാണുന്ന ഞാനായി മാറിയിട്ടുണ്ടെങ്കിൽ ആർക്കും അതുപോലെ ആവാൻ പറ്റും. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിച്ച് കഴിച്ചു. ഏതാണ്ട് 1.5 മാസത്തോളം ആഗ്രഹിച്ചതൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് എല്ലാം മേടിച്ച് കഴിച്ച് പുറത്തൊന്ന് കറങ്ങാൻ പോയി. എന്തോ മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഇറങ്ങിയ പോലെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ.